ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഞങ്ങളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ പേര് ആദിത്യ പ്രദീപ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് അമൃത അജയ്കുമാർ എന്നാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 5ലോട്ടാണ് ഗൈസ്, അല്ലാതെ 5 ക്ലാസ്സിൽ പഠിക്കുന്നില്ല, 5ലോട്ട്. ഞാനിനി 10ലോട്ട്. എൻ്റെ പേര് അശ്വിൻ അജയ്കുമാർ. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 1ാം ക്ലാസ്, ഇനി 2ലോട്ട്. അത് പറയണോ? അപ്പം ഞങ്ങളെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം എനിക്കൊരു അനീത്തിയുണ്ട്, അത് അകത്താണ്. അവള് ഭയങ്കര വഴക്കാളയാണ് ഗൈസ്. എന്തോ ചെയ്യാനാ. ഇപ്പോൾ ഇവിടുന്ന് അല്ലറിയിട്ട് പോയതേ ഉള്ളൂ. വീഡിയോ പിടിക്കാൻ വേണ്ടി പിടിച്ചു നിർത്തിയതാണ് ഞങ്ങൾ. അപ്പോൾ അവൾക്ക് അകത്ത് പോകണം. അകത്ത് നിൽക്കുമ്പോൾ അവൾക്ക് പുറത്ത് വരണം. ഇതാണ് അവിടെ സ്വഭാവം. പിന്നെ വെക്കേഷനൊക്കെ അല്ലേ, ഇപ്പം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയത്. ഞങ്ങൾ ശരിക്കും ചാനൽ എടുത്തിട്ട് 3 വർഷമായി. 3 വർഷം ഇടയ്ക്കിടയ്ക്ക് ഇടുമായിരുന്നു. അപ്പം എല്ലാവരും ഓരോ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹം. അങ്ങനെ ആദ്യം ടിക്ടോക്ക് എടുത്തു. ടിക്ടോക്ക് പോയി കഴിഞ്ഞ പിന്നെ ഞങ്ങളാണേൽ യൂട്യൂബ് ചാനൽ എടുക്കാൻ തന്നെ തീരുമാനിച്ചു. എടുത്തു കഴിഞ്ഞ് ആ ടൈമിനൊക്കെ ഇടുമായിരുന്നു. പിന്നെ അങ്ങനെ പരീക്ഷ ഇടയ്ക്ക് കൂടുതൽ പരീക്ഷയൊക്കെ വരുന്നത്, അതുകൊണ്ട് ഇടാൻ പറ്റിയില്ല. അങ്ങനെ അനീത്തി ജനിച്ചു കഴിഞ്ഞ പിന്നെ അവിടെ വീഡിയോ ഇടുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഞങ്ങൾ ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ടൈം പാസ് ആവാൻ വേണ്ടി ചെസ്സ്, ക്യാരംസ്, ഷട്ടിൽ ബാറ്റ് ഇതൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കളിക്കാതിരിക്കുമ്പോൾ ഉള്ള സിറ്റുവേഷൻ നിങ്ങൾ വഴിയേ കണ്ടറിയും. ഞാനതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടു നോക്കണം. അയ്യോ, ക്യാരംസ് അനീത്തിയാണ് മെയിൻ സാധനം. അതിനകത്ത് കളിക്കാതിരിക്കുന്നത് നിങ്ങൾ കാണണം. അതാണ് രസം. നിങ്ങൾ ചിരിച്ചു പോകും. നമ്മൾ ക്യാരംസ് കളിക്കാൻ പോകുമ്പോൾ നമ്മുടെ സിറ്റുവേഷൻ ആണ്. ഒരു ഹായ് കൊടുത്തേ. ഹായ് ഇവിടെ പറ. ഹായ് പറ. ഇങ്ങോട്ട് ഓക്കെ. ഹായ് പറ. ഹായ് പറയത്തില്ല, കൈ മാത്രമേ കാണിക്കൂ. ഹായ് പറയാറിയാം. നിങ്ങൾ വെച്ച് കളിക്കാം. അപ്പം നീ ഏതാ നന്ദു എന്തെടുക്കാൻ പോവാ? നന്ദുസിന് വല്ലതും കിട്ടിയോ? അത്രയും കിട്ടിയോ? അയ്യോ, കുഞ്ഞ് വേണ്ടാത്ത പോയിന്റ് എല്ലാവരും ഇതാണ് അവസ്ഥ ഗൈസ്. A few minutes later. ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. ക്യാരംസ് കളിക്കുമ്പോൾ അതിനകത്ത് കയറിയത്. എക്സ്ട്രാ വന്ന കോയിനൊക്കെ എടുത്ത് അതിനകത്തിടും. പിന്നെ അടിച്ച് കിട്ടിക്കഴിയുമ്പോഴാണ് അറിയുന്നത് അത് എക്സ്ട്രാ കോയിൻസ് ആയിരിക്കും. വേറെ എക്സ്ട്രാ ആയിട്ടുള്ള കോയിൻസ് എല്ലാം അവൾ എടുത്തിടുന്നു.
നന്ദൂസിന് എത്രണ്ണം കിട്ടി? നന്ദു എത്രണ്ണം കിട്ടി? ആ ക്യാരംസ് ബോർഡിനകത്ത് കട്ട ഫുള്ളും എടുത്താ സൈഡിലാ പറക്കി വെക്കുന്നേ. നിങ്ങളിത് കാണണം. എന്നാ പറ്റി നന്ദു? ആ സാരമില്ല, പോട്ടെ. അപ്പോൾ ഗൈസ് അവള് ക്യാരംസ് ബോർഡിനകത്തിരിക്കുകയാണ്. നമുക്ക് ചെസ്സ് കളിക്കാൻ കണ്ടോണം അവിടെ നിന്ന് എണ്ണിച്ചിട്ട് വരുന്നത്. ഗൈസ് അത് ആരെയും കൊണ്ട് ചെസ് കളിക്കാൻ സമ്മതിക്കാത്തോണ്ട് എല്ലാരും ഇടിച്ചു പോയി. ഇപ്പൊ തന്നെ ഇരുന്ന് കളിക്കുവാണ്. എന്തുവാ നന്ദൂസേ? എന്തുവാ അത്? കുതിര എങ്ങനെയാ പോന്നേ? കുതിര എങ്ങനെയാ പോന്നേ? നന്ദൂസിൻ്റെ ബർത്ത്ഡേ 28-ാം തീയതിയാണ്. നന്ദൂസിന് എത്ര വയസ്സായെന്ന് ചോദിച്ചാൽ ഇപ്പം അവള് പറയേ. നന്ദൂസേ മോനെ എത്ര വയസ്സായി? എത്ര? 2ഓ? ആ അതെങ്ങനെ കാണിക്കുന്നേ? കൈ എങ്ങനെ കാണിക്കുന്നേ? ആ ചെസ് കളിക്കാൻ പോ. എത്ര വയസ്സായി? ആ അത് കുതിരയാണോ അത്? ആ എത്ര വയസ്സാ? 2. ഷട്ടിൽ ബാറ്റ് കളിച്ചാലും ഇത് തന്നെ അവസ്ഥ. അവൾ നടുക്ക് കയറി നിൽക്കും, നമ്മൾ അടിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ചെസ്സിൻ്റെയും ക്യാരംസിൻ്റെയും കണ്ടല്ലോ, ഇതാണ് അവസ്ഥ. എന്ന് വെച്ചാൽ എന്തുവാ, നമ്മളൊരെണ്ണം എടുത്ത് നീക്കി വെക്കും ചെസ്സിൻ്റെ, നമ്മളൊരെണ്ണം എടുത്ത് നീക്കി വെക്കും, അവൾ വേറെ. അത് കറക്റ്റ് കോളത്തിലൊന്നും അല്ല വെക്കുന്നേ, എടുത്ത് അവിടെ ഇവിടെ എല്ലാം വെക്കും. ചിലപ്പം ദേഷ്യം വന്നാൽ കട്ടയെല്ലാം പറക്കിക്കൊണ്ട് പോകും. പിന്നെ ക്യാരംസിൽ നിങ്ങൾ കണ്ടതല്ലേ, കട്ടയെല്ലാം പറക്കി സൈഡിൽ എടുത്ത് വെക്കും. ഇതാ കുഴപ്പം, കളിക്കാൻ ഒന്നും പറ്റത്തില്ല. ഇപ്പം തന്നെ ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിയില്ലേ, ഇപ്പം വരുന്ന കാണിക്കാവേ. അതിലേ വരുന്നുണ്ട്, കണ്ടോണം. ആരാ അവിടെ? നന്ദൂസാണോ? വിളി കേൾക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങി വാ. കണ്ടോ,
തിരിച്ചു കണ്ട സൂക്ഷിച്ചു വാ. അതിലേ വരാതെ വാ, ഇങ്ങി വാ. എന്നാ കല്ലിട്ട് ചെരുപ്പ് മണ്ണാണ്. നന്ദിങ്ങി വന്നേ, ഒരു സംഭവം കാണിക്കാം, വാ. പതുക്കെ പതുക്കെ സൂക്ഷ്മതയോട്. വാ വാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വാ. എന്ത് ചെയ്യുന്നതാ? ഇപ്പൊ ഗൈസ് കണ്ടോ, ഞങ്ങൾ എവിടെയാന്ന് അവിടെ വന്ന് നിന്ന് ഞങ്ങളെ പമ്മി നോക്കി തിരിച്ചു പോകണോ ഗൈസ്? അപ്പം നമ്മൾ വെളിയിലാകട്ടോ നിന്ന് വീഡിയോ, അതായത് ഇൻട്രോയും ഔട്ട്രോയും പറയുന്നത് വെളിയിൽ നിന്നാണ്. അപ്പം നിങ്ങൾ ഓർക്കും വെയിലൊക്കെ ഇല്ലേ ഞങ്ങൾ എവിടെ നിൽക്കുന്നത്? ഞങ്ങൾ ഇവിടെ പാവലിന് പന്തലിട്ടിട്ടുണ്ട്, അപ്പം അതിൻ്റെ അടിയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കൊന്നും കുഞ്ഞ് വെയിലൊക്കെ കുഞ്ഞ് അവിടുന്ന് ഇവിടുന്ന് എല്ലാം വെയിൽ വരുന്നുണ്ട്. എന്നാലും കണ്ട എൻ്റെ മുഖത്തടിക്കുമ്പോഴേ അറിയാം. ഞാൻ ഇതിൻ്റെ ഒരു മണ്ടവശം കഴിച്ചു തരാം. ആ സെറ്റ് ലുക്കാണ് ഗൈസ്, നിങ്ങൾ കാണണം. അത് കണ്ടോ ഗൈസ്? വേണ്ട, അമൃത താണ്ട് ഇവിടെ നിൽക്കുന്നു. ഫോട്ടോയൊക്കെ എടുക്കണം. സ്ഥലമാണ്, നല്ല രസമായിരിക്കും. പക്ഷെ ഇത് കണ്ടോ ഗൈസ്, ഭയങ്കര ഇതാ. എൻ്റെ ദൈവമേ, സൂര്യൻ. ഇപ്പം ഇവിടാണ് ഞങ്ങൾ നിൽക്കുന്നത്. എൻ്റെ അടിയിൽ ഭയങ്കര തണലാണ്. അശ്വിൻ താണ്ട് നിൽക്കുന്നു, അമ്മ തോണ്ട് നിൽക്കുന്നു. ഇവിടെ നല്ല തണലെന്ന് പറഞ്ഞാൽ അങ്ങനെ വരത്തില്ല. പിന്നെ ഇവിടെ നിന്നാൽ ഇച്ചിരി പ്രകാശമൊക്കെ വരും. അപ്പം ഇവിടെ നിന്നാൽ നല്ല ഒരു സുഖമാണ്, രസമാണ് ഇവിടെ നിൽക്കാൻ. നല്ല തണുപ്പും തണലും ഇടയ്ക്കൂടെ നിന്നാൽ വെയിലും വരുന്നുണ്ട്. രസമാണ്, അടിപൊളിയാണ്. ഇവിടെ നിന്നാൽ ഒരു തണുപ്പുണ്ട്. ഇത് കണ്ടോ ഗേസ്, ഒരു വണ്ടാന്ന് തോന്നുന്നു. വണ്ട, ചില വണ്ടുകളെ കാണാം പച്ച കളറിലെ വണ്ടുണ്ട്. അത് രസമാണ്, ഭയങ്കര സിൽക്കിഷ് ആയിരിക്കും. അമ്മുക്കുട്ടി, ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്ന പേര് അമ്മു. പിന്നെ ഇവൻ്റെ പേര് അശ്വിൻ. അശ്വിൻ എന്നല്ല, എന്നാലും അച്ചു എന്ന് വിളിക്കും. പിന്നെ എൻ്റെ പേര് ദേവു എന്നാണ് കേട്ടോ വീട്ടിൽ വിളിക്കുന്നത്. ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ ബൈ.